ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഒരേ ഐറ്റംസ് കഴിച്ച് മടുത്തവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പച്ചരി അരച്ച മാവ് പുളിക്കാൻ വെക്കാതെ തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാം. ബാച്ചിലേഴ്സിനും അതുപോലെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ ഇൻസ്റ്റൻറ്റ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് നേരിട്ട് കടന്നാലോ. ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഞാൻ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം അങ്ങനെ കുതിരാൻ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് ചോറാണ്. അതുപോലെ സെയിം അളവിൽ തന്നെ 1/2 കപ്പ് തേങ്ങയും ആണ്. 1 കപ്പ് പച്ചരി എടുത്തത് കൊണ്ടാണ് കേട്ടോ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പച്ചരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തേങ്ങേൻ്റെയും ചോറിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം. ഇനി വെള്ളം നമ്മുടെ അരിൻ്റെ ഒപ്പത്തിലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതാട്ടോ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. നല്ല ലൂസായിരിക്കണം. നമ്മൾ സാധാരണ ദോശമാവിനേക്കാളും കുറച്ചുകൂടി വെള്ളം പോലെ എന്നാലേ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ഇത് നന്നായി പരന്ന് കിട്ടുകയുള്ളൂ. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നന്നായി നമുക്ക് മിക്സാക്കി എടുക്കാം. മാവ് പുളിക്കാൻ വെക്കാത്തത് കൊണ്ട് ഈ ലൂസ് പരുവം വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലുള്ള ഒരു പാൻ എടുക്കാം. ഒരു ഷേപ്പുള്ള പാൻ എടുക്കാം കേട്ടോ. ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതിയേ. ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഹോൾസൊക്കെ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. നൈസായ അപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇനി തുറന്നു നോക്കിയതാട്ടോ നമ്മുടെ അപ്പം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതാ എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഈസിയാണ്. പച്ചരി അരച്ച് വെച്ച് മാവ് പുളിക്കാൻ മണിക്കൂറോളം കാത്തിരുന്ന് മടുത്താൽ ഇനി അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. രാവിലെ തിരക്കിനിടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി അല്ലേ ഇത്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കി വന്ന മാവും കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ആ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് നമുക്കിത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ അപ്പത്തിൻ്റെ നിറം ഒന്ന് നോക്കിയേ. നല്ല പാല് പോലെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. പച്ചരിയും തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് നല്ലൊരു വെള്ളക്കറിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചെറുപയർ കറി കൂടി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നുണ്ട്. ഈ അപ്പത്തിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇങ്ങനെയുള്ള നാടൻ കറികളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുക്കറിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ചെറുപയർ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് 1 കപ്പ് ചെറുപയർ കുതിർത്തിയതാണ് കേട്ടോ. അത് നമുക്ക് ചേർത്തി കൊടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ചേർത്തി കൊടുത്തിട്ട് വലിയൊരു ക്യാരറ്റ് ചെറുതായി കട്ടാക്കിയതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ. അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. 1-2 പച്ചമുളക് കൂടി ജസ്റ്റ് നമുക്കൊന്ന് കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതവിടെ ഇരിക്കട്ടെ. കുക്കായി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടാക്കിയിട്ടോ തേങ്ങാക്കൊത്തോ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണോളം വലിയ ജീരകവും 1/2 ടീസ്പൂണോളം കുരുമുളകും ചേർത്തി കൊടുക്കാം. കുരുമുളകിൻ്റെ നമ്മൾ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ നന്നായി ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മളെ ചെറുപയറൊക്കെ ഒന്ന് നമുക്കിങ്ങനെ നല്ല കുറച്ച് കട്ടി രൂപത്തിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്തി കൊടുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു താളിപ്പും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം കടുകും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തി കൊടുക്കുക. ഇനി നമ്മുടെ കറിയിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചെറുപയറും മസാലയൊക്കെ കൂടി വെന്ത നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും കൊതിയൂറുന്ന മണം. ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് ആ അപ്പം കൂട്ടി കഴിക്കാൻ തിരക്കാകും. അത്രക്കും ഉഷാറായിട്ടുണ്ട് നമ്മുടെ ഈ കറി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയെന്നല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോമ്പിനേഷനും തന്നെയാണ് ഈ കറി. അപ്പോൾ ഇന്നത്തെ ഈ ലളിതമായ അപ്പവും ചെറുപയർ കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തിരക്കുള്ള രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വലിയ ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.